ഇന്ന് വായനാ ദിനം. വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും. പുസ്തകങ്ങളിൽ നിന്നും കമ്പ്യൂട്ടർ സ്ക്രീനുകളിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും വായനയുടെ ഘടന വ്യത്യാസപ്പെട്ടെങ്കിലും വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല. വായനയാണ് ഓരോ മനുഷ്യനെയും പൂർണ്ണനാക്കുന്നത്. വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നു. വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ നമുക്ക് ഓരോരുത്തർക്കും വായനാ ദിനം ആചരിക്കാം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് ജൂൺ 19 അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനത്തിൽ വായനാ ദിനം ആചരിച്ചു വരുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം അദ്ദേഹം വീടുകൾ കയറി പുസ്തകങ്ങൾ ശേഖരിച്ചാണ് ആദ്യ ഗ്രന്ഥശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന് കേരളത്തിലുടനീളം സഞ്ചരിച്ച് കുട്ടികളോട് അദ്ദേഹം പറഞ്ഞു. ആ സന്ദേശം കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ട കാലഘട്ടമാണിന്ന്. ഡിജിറ്റൽ യുഗത്തിൽ വായനകളിൽ നിന്ന് അകലം പാലിക്കുന്ന ഒരു തലമുറയെ നാം കാണുകയാണ്. അവരിലേക്ക് വായനയുടെ പുതുവസന്തം എത്തിക്കുവാൻ നമുക്ക് കഴിയണം. കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത ഏറ്റവും ആഴത്തിൽ കുട്ടികൾക്കായി നാം പരിചയപ്പെടുത്തി കൊടുക്കണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായനാ ദിനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന 2 വരികളാണ്. കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കവിതയാണെങ്കിലും ഈ കവിത വായനക്കാർക്ക് പറഞ്ഞു തരുന്നത് വായിച്ച് അറിവ് നേടുക എന്നതാണ്. ടെക്നോളജിയും ശാസ്ത്രവും വളർന്നു വരുന്ന ഈ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് വായനയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ചു വരുന്ന കാര്യങ്ങളിൽ മാത്രം പഠിക്കാതെ ചെറുകഥകളും നോവലുകളും കവിതകളുമെല്ലാം വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാഠപുസ്തകങ്ങൾക്കപ്പുറം വായനയുടെ മനോഹരമായൊരു ലോകം അവർക്ക് മുന്നിലുണ്ടെന്നു മനസ്സിലാക്കി കൊടുക്കുവാൻ ഓരോ വായനാ ദിനത്തിനും സാധിക്കുന്നുണ്ട്. വായന നമ്മെ അറിവിൻ്റെ മനോഹരമായ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാത്ത പുതിയ അറിവുകൾ ഓരോ വായനയിലൂടെയും നമുക്ക് ലഭിക്കും. കൂടാതെ പുതിയൊരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുവാനും പഠിക്കുവാനും കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുവാനും ഒരു വായനയിലൂടെ വായനക്കാരന് സാധിക്കും. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ അത്ഭുത ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മദിനം കൂടിയാണിന്ന്. ഈ പുതിയ വായനാ ലോകം വിവരങ്ങൾ അതിവേഗം നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ പുസ്തകങ്ങൾ നൽകുന്ന ആഴത്തിലുള്ള വായനയുടെ പ്രാധാന്യം നമ്മൾ മറക്കരുത്. 1996 ജൂൺ 19 മുതലാണ് വായനാ ദിനം ആചരിക്കുവാൻ തുടങ്ങിയത്. 2017 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. അതിനുശേഷമുള്ള ഒരു മാസം ദേശീയ വായനാ ദിനമായി ആചരിക്കുവാനും തീരുമാനിച്ചു. ഓരോ പുസ്തകവും അറിവിൻ്റെ അത്ഭുത ലോകമാണ്. ആ ലോകത്തേക്ക് എത്തിച്ചേരുവാനുള്ള വഴിയാണ് വായന. വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു. നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായനയ്ക്ക് കഴിയും. അറിവ് നേടുക എന്നത് എളുപ്പമായ ഒരു കാര്യമല്ല. വായനയുടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വായനയുടെ പ്രാധാന്യം നാം കുഞ്ഞുനാളിലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പുതിയ അറിവുകൾ നേടുന്നതിനും ചിന്തകളെ വികസിപ്പിക്കുന്നതിനും ലോകത്തെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ കാണുന്നതിനും വായന നമ്മളെ സഹായിക്കുന്നു. വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും. പുതുതലമുറയ്ക്ക് വായനയിൽ കമ്പം കുറയുമ്പോഴും പലർക്കും പുസ്തകങ്ങൾ ഗൃഹാതുരമായ ഓർമ്മയുടെ ഭാഗം മാത്രമാണ്. ജ്ഞാനവിജ്ഞാന സമ്പാദനത്തിന് ഒരു കാലത്ത് മുഖ്യ സ്രോതസ്സായിരുന്ന വായന അങ്ങനെ വേഗം മറക്കാൻ കഴിയുന്നതുമല്ല. വായനയ്ക്ക് പുതിയ മുഖങ്ങൾ വരികയും പുസ്തകങ്ങൾക്ക് പകരക്കാരുണ്ടാകുകയും ചെയ്തെങ്കിലും വായനയ്ക്കോ വായനാ ദിനത്തിനോ പ്രാധാന്യം കുറയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോക ക്ലാസിക്കുകൾക്ക് ഇൻ്റർനെറ്റ് രൂപങ്ങൾ വരുമ്പോഴും കൃതികൾ ഇൻ്റർനെറ്റിലൂടെ പ്രസിദ്ധീകരിക്കുമ്പോഴും എന്തെന്നറിയാതെ പുസ്തകങ്ങളിലേക്കൊരു മടക്കയാത്ര കാലം ആഗ്രഹിക്കുന്നുണ്ടാവാം. അച്ചടിച്ച അക്ഷരങ്ങളുടെ വിശ്വാസ്യതയും പാരമ്പര്യവും അങ്ങനെയല്ലാത്ത അക്ഷരങ്ങൾക്ക് അവകാശപ്പെടാൻ ഇതുവരെ സാധിക്കാത്തതിനാലാവാം പുസ്തകങ്ങളിലേക്കൊരു മടക്കയാത്ര കാലം ആഗ്രഹിക്കുന്നത്. ഇന്ന് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനേക്കാൾ കൂടുതൽ ഇൻ്റർനെറ്റ് തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ്, പുസ്തക വായനയിലൂടെ ലഭിക്കുന്ന ആ അനുഭൂതി ഈ നവമാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുകയില്ല. ഏവർക്കും KFIL മീഡിയയുടെ വായനാ ദിന ആശംസകൾ. KFIL ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ് ദാസ്.